والصلاة والسلام على سيدنا ومولانا حبيب ربنا طبيب لبنا أبي القاسم محمد بن عبد الله نور من نور الله. يا أيها المشتاقون بنور جماله صلوا عليه وآله وصحبه وسلموا تسليما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم وعلى أمة سيدنا مولانا محمد. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു തആല ഈ മഹത്തായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു മാഫു ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാവുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹാനായ മുആവിയത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, മാ ഹഖ്ഖുൽ ജാരി അലാ ജാരി, ഒരു അയൽവാസിയായ ഒരു മനുഷ്യന് തൻ്റെ അയൽവാസിയോടുള്ള കടമയും കടപ്പാടും എന്താണ് നബിയെ എന്ന് ഒരിക്കൽ ഞാൻ നബി തങ്ങളോട് ചോദിക്കുകയുണ്ടായി. ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇൻ മരിദ ഉത്ത, ഒരു അയൽവാസിക്ക് തൻ്റെ അയൽവാസിയോടുള്ള കടപ്പാട്, അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിന്റെ അയൽവാസി രോഗിയായി കിടക്കുമ്പോൾ ആ അയൽവാസിയെ സന്ദർശിക്കാൻ നിനക്ക് മനസ്സുണ്ടാകണം. അത് നിന്റെ അയൽവാസിയോട് നീ കാണിക്കേണ്ട ഒരു കടപ്പാടാണ്, അതൊരു ഹക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മാത്രമല്ല, നിന്റെ അയൽവാസി മരണപ്പെട്ടാൽ ആ മയ്യത്തിന്റെ കൂടെ നീ പോകണം. അതും നിന്റെ അയൽവാസിയോടുള്ള ഒരു കടമയാണ്, കടപ്പാടാണ്. മാത്രമല്ല, അയൽവാസി നിന്നോട് കടം ചോദിച്ചാൽ നീ അവന് കടം കൊടുക്കണം. അതും അയൽവാസിയോടുള്ള കടമയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിന്റെ അയൽവാസി നഗ്നതയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ, വസ്ത്രമില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് നീ വസ്ത്രം കൊടുക്കണം. നബി തങ്ങൾ പറയുകയാണ്,
നിന്റെ അയൽവാസിക്ക് എന്തെങ്കിലും ഒരു സന്തോഷദായകമായ നിമിഷം വരുമ്പോൾ നീ ആ സന്തോഷത്തിൽ പങ്കാളിയാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അയൽവാസിയുടെ മകൻ ഒരു ഡോക്ടറായി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി വീട്ടിൽ വരുമ്പോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അവരുടെ സന്തോഷത്തിൽ പ്രിയപ്പെട്ടവരെ നാം പങ്കാളികളാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇൻ അസാബതുഹു മുസീബത്തുൻ അസൈത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ അയൽവാസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുസീബത്ത് എത്തിയാൽ, വിഷമങ്ങൾ ബാധിച്ചാൽ നീ അവരെ സമാശ്വസിപ്പിക്കണം. അതും നിന്റെ അയൽവാസിയോടുള്ള കടമയാണ്, കടപ്പാടാണ്. മാത്രമല്ല വലാ തർഫഅ ബിനാഅക ഫൗഖ ബിനാഇഹി ഫതസുദ്ദ അലൈഹി الرീഹ്. നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും തടയുന്ന വിധത്തിലുള്ള നിർമ്മാണം നിന്റെ വീട്ടിൽ നീ നിർവഹിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിന്റെ വീടുണ്ടാക്കുമ്പോ നിന്റെ അയൽവാസിക്ക് വെളിച്ചമില്ല, നിന്റെ അയൽവാസിക്ക് നല്ല ഒരു കാറ്റ് ശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നീ ആ നിർമ്മാണം നിർത്തിവെക്കണം. അതുപോലത്തെ നിർമ്മാണം നിന്റെ അയൽവാസിക്ക് ഉപദ്രവമുണ്ടാക്കുന്ന വിധത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലാ തുദ്ഹി ബിരീഹി ഖിദ്രിക ഇല്ലാ അൻ തഗ്രിഫ ലഹു മിൻഹാ. നിന്റെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ല് അടിച്ച് ഒരിക്കലും നിന്റെ അയൽവാസിയെ നീ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. തരക്കടില്ല, നീ അതിൽ നിന്ന് എന്തെങ്കിലും അയൽവാസിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ താല്പര്യമുള്ള ആളാണ് എങ്കിൽ പിന്നെ ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ നീ നിന്റെ വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ നിന്റെ അയൽവാസിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ആ വാസന കൊണ്ട് പോലും നിന്റെ അയൽവാസിയെ നീ ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ പാടില്ല എന്ന് പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് വായിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ അയൽവാസികളോട് എത്ര കണ്ട് മര്യാദയുള്ളവരും കടമയുള്ളവരും കടപ്പാട് നിർവഹിക്കുന്നവരുമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറയാണ്, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നമ്മുടെ ഒരു നല്ല ആളാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാന്നറിയോ? അത് നമ്മുടെ അയൽവാസിയാണ്. നമ്മൾ എത്ര ക്വാളിറ്റി ഉള്ള ആളാണ് എന്ന് തീരുമാനിക്കേണ്ടത് പോലും നമ്മുടെ അയൽവാസിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിന്റെ അയൽവാസിക്ക് നിന്നെക്കുറിച്ച് നല്ലവനാണ് എന്ന ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഹത്താ ഇദാ അമൽതു ബിഹി ദഖൽതുൽ ജന്ന. നബിയെ, എനിക്കൊരു സൽക്കർമ്മം പറഞ്ഞു തരണം, ആ സൽക്കർമ്മം ഞാൻ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയുള്ള സൽക്കർമ്മമായിരിക്കണം, അതെനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. ഞാൻ ആ സൽക്കർമ്മം ചെയ്താൽ സ്വർഗം എനിക്ക് സുനിശ്ചിതമാണ്. അങ്ങനെയുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് ഒരാൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുൻ മുഹ്സിനാ. അതിനെന്താ, നീ നല്ല ആളാവുക. ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞത് കുൻ മുഹ്സിനൻ, നീ നല്ല ആളാവുക, അത് മാത്രമാണ് അതിന് പരിഹാരം. അപ്പോൾ അയാൾ ചോദിച്ചു, കൈഫ അലമു അന്നീ മുഹ്സിൻ, ഞാൻ നല്ലവനാണെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നബിയെ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സൽ ജീറാനക്, നിന്റെ അയൽവാസിയോട് നീ പോയിട്ട് ചോദിക്കണം.
എന്നിട്ട് റസൂൽ നിർത്തിയില്ല. അയൽവാസികൾ പറയുന്നത് ഇന്നക മുഹ്സിനുൻ, അയാൾ നല്ല ആളാണെന്ന് നിന്നെ കുറിച്ച് അയൽവാസി പറയുന്നുണ്ടെങ്കിൽ ഫാൻത മുഹ്സിനുൻ, നീ നല്ല ആള് തന്നെയാണ്. വഇൻ ഖാലൂ ഇന്നക മുസിയുൻ, അയാള് ആള് പോക്കാണ് വെടക്കാണ് എന്നാണ് നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് പറയുന്നതെങ്കിൽ ഫാൻത മുസീ, നീ ആള് പോക്കാണെന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ നമ്മളെ ഓരോരുത്തരും നമ്മുടെ അയൽവാസികളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നമ്മളിൽ എത്ര പേർക്ക് കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സത്യത്തിൽ അയൽവാസികളുടെ പരാതി മാത്രമേ പറയാനുള്ളൂ. പല ആളുകളും വളരെ സന്തോഷത്തോടെ കഴിയുന്ന ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു തരത്തിലും നമ്മുടെ അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങള്, മത്സ്യം കഴുകിയ വെള്ളം, അതെത്ര വാടയുള്ള വെള്ളമാണ്, അതെല്ലാം അയൽവാസിയുടെ വസ്തുവിൽ കിടക്കട്ടെ. അത് നമുക്ക് വേണ്ട. കാരണം അത് നല്ല വാടയാണ്, അശണ്ടയാണ്, നമുക്ക് അത് സഹിക്കാൻ പറ്റാത്ത വേസ്റ്റാണ് എന്നറിയാം. പ്രിയപ്പെട്ടവരെ, അതെല്ലാം അയൽവാസിയുടെ വസ്തുവിലേക്ക് അവരറിഞ്ഞോ അറിയാതെയോ രാത്രിയിലോ പകലിലോ അത് ഒഴുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ നമ്മുടെ വീടുകളിൽ വരുന്ന വേസ്റ്റുകളെല്ലാം അടിച്ചു വാരി അയൽവാസിയുടെ പറമ്പിലേക്ക് നാം ഉപേക്ഷിക്കുകയാണ്. ചെയ്യാൻ പാടില്ല. അയൽവാസിയെ ദ്രോഹിക്കുന്നവൻ മൂമിനായ ഒരു മനുഷ്യൻ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽ മുഅ്മിനു മൻ ആമന ബവാഇക ജാരിഹി, തന്റെ അയൽവാസിക്ക് തന്റെ ബുദ്ധിമുട്ടിന് തൊട്ട് നിർഭയത്വം കൊടുക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മളെ കൊണ്ട് ഒരു വിഷമവും നമ്മുടെ അയൽവാസിക്ക് ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, അത് കൃത്യമായ സമയത്ത് അവർ ചോദിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. വിശുദ്ധമായ ഖുർആൻ അയൽവാസിയോടുള്ള കടമ പറയുന്നതിൽ പ്രിയപ്പെട്ടവരെ ഉപമിച്ച ഒരു കാര്യമാണിത്. ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മഊൻ. വയല് എന്ന് പറയുന്ന നരകക്കുണ്ടാരം ആർക്കാണെന്നറിയുമോ? അല്ലാഹു തആല പറയുകയാണ്. വയല് എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വയല് എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഏറ്റവും മോശമായ ഒരു ഇടമാണ്. ആ വയല് എന്ന് പറയുന്ന നരകക്കുണ്ടാരത്തിൽ നിന്ന് പടച്ചവനെ മറ്റുള്ള നരകങ്ങൾ അല്ലാഹുവിനോട് സന്തോഷം പ്രകടിപ്പിക്കുക. റബ്ബേ, എന്നെ നീ വയലാക്കിയില്ലല്ലോ, അത് എന്നെ നീ നരകമാക്കി സൃഷ്ടിച്ചെങ്കിലും എന്നെ നീ വയലാക്കിയില്ലല്ലോ, അൽഹംദുലില്ലാഹ്, വല്ലാത്ത കാര്യം. മറ്റുള്ള നരകങ്ങൾ വയലാക്കിയില്ലല്ലോ എന്നതിന്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതി പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. കാരണം അത്രയും നീചമാണ്, നികൃഷ്ടമാണ് പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് വയല് എന്ന് പറയുന്ന നരകം. ആ നരകം ആർക്കാണെന്ന് അല്ലാഹു തആല വിവരിച്ചെടുത്ത് അവസാനമായി മാഊൻ സൂറത്തിൽ പറഞ്ഞത് അല്ലദീന യംനഊനൽ മാഊൻ. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വായ്പയായി സാധനം കൊണ്ടുവരും. നാളെ രാവിലെ എടുക്കുക, ആ കത്തിന്ന് തരുമോ? അല്ലെങ്കിൽ ആ പാരയെന്ന് തരുമോ? ഇന്ന് അയൽവാസികളോട് സഹായം തേടുന്നതൊക്കെ പൊതുവെ കുറവാണ്. കാരണം ഇന്ന് എല്ലാവരും സ്വയം പര്യാപ്തത നേടിയ അവസ്ഥയിലാണ്. എന്നാലും എല്ലാ സാധനം കൂടിയൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകൂല. അയൽവാസിയുടെ ഒരു ചെറിയ സഹായമില്ലാതെ ലോകത്താർക്കും ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾക്ക് വേണ്ടി അയൽവാസിയുടെ സഹായം തേടേണ്ടി വരും. ചിലപ്പോ നമ്മുടെ വീട്ടില് വണ്ടി ഉണ്ടാകും, പക്ഷെ ഒരാൾ രോഗിയാകുമ്പോൾ ആ വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവർ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലുണ്ടാവൂല. അപ്പൊ അയൽവാസിയുടെ സഹായം തേടേണ്ടി വരും. അങ്ങനെ അയൽവാസിയുടെ സഹായം തേടേണ്ടതില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? വളരെ കുറവായിരിക്കും. മുമ്പത്തെ അപേക്ഷിച്ച് ഇന്ന് സഹായം തേടുന്നത് വളരെ കുറവാണ്. നമുക്കറിയാമല്ലോ, ഫോണൊക്കെ വന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും ഫോൺ ഉണ്ടാവുക.
എന്നിട്ട് വൈകുന്നേരം ബാപ്പ വിളിക്കും, ജ്യേഷ്ഠൻ വിളിക്കും, വിദേശത്തുനിന്ന് കോള് വരും എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളോളം അയൽവാസിയുടെ വീട്ടിലൊക്കെ പോയി കാത്തു നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ വീടുകളിൽ നിന്ന്, അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഉപ്പും മുളകും അരിയും മല്ലിയും ഒക്കെ സഹായം തേടുന്ന, വായ്പ വാങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ ഇന്ന് അതെല്ലാം മാറിയിട്ടുണ്ട്. എന്നാലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് അയൽവാസികളെ. ആ അയൽവാസികളിൽ നിന്ന് സമയം പറഞ്ഞിട്ട് വസ്തു വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് അത് വാങ്ങാതെ പ്രിയപ്പെട്ടവരെ അതിന്റെ ഉടയൻ, അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ അയൽവാസി നമ്മുടെ വീട്ടിൽ വന്ന് ചോദിക്കാൻ, ഇന്നലെ കൊണ്ടുവന്ന ആ കൊട്ട ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് തന്നാ തിരക്കിടില്ലായിരുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഓ കൊട്ട, നിങ്ങൾ വിചാരിച്ച് നിങ്ങളെ വീട്ടിൽ മാത്രമേ കൊട്ടുള്ളൂ, ഓലക്കം വരെ കൊട്ട, അത് നിങ്ങളെ കൊട്ട കൊണ്ടേ കൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് എടുത്തങ്ങ് കൊടുക്കുകയാണ്. എന്തിനാ? സത്യത്തിൽ ഈ കൊട്ട കൊണ്ടുവന്നിട്ട് ആഴ്ച കഴിഞ്ഞുപോയി. ഈ കൊട്ടയുടെ ആവശ്യം ആ വീട്ടിലുണ്ട്. ആ കൊട്ട സമയത്ത് കിട്ടാതെ വന്നപ്പോൾ ചോദിക്കാൻ വന്നത് പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടില്ല എന്ന കാരണം കൊണ്ട് ആ കൊട്ട എടുത്തിട്ട് ഒറ്റ ഏറാണ് നിങ്ങളെ കൊട്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരാണ് മഊൻ. അവർക്ക് വേണ്ടിയാണ് അല്ലാഹു തആല വൈലെന്ന് പറയുന്ന നരകക്കുണ്ടാരം ഒരുക്കി തയ്യാറാക്കി വെച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. അയൽവാസിയോടുള്ള കടമയും കടപ്പാടും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ തീർക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ നല്ലവനാണെന്ന് നിനക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് നിന്റെ അയൽവാസിയാണ്. നീ നല്ലവനാണെന്ന് പറയേണ്ടത് നിന്റെ അയൽവാസിയാണ്. അവൻ നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാണ്. നീ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ നീ മോശക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു സ്ത്രീയുടെ മഹത്വം വല്ലാതെ പറയാണ്. ഇവിടെ വന്ന ആ സ്ത്രീ ഇല്ലേ, അവള് കുറെ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, സദഖ കൊടുക്കും. പിന്നെ ആകെ ഒരു കുഴപ്പമുള്ള അയൽവാസിയായിട്ടുള്ള പെരുമാറ്റം അത്ര ലെവലല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവൾ നരകത്തിലാണ്. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്ന ആ പെണ്ണ് എത്ര സദഖയുണ്ടെങ്കിലും നിസ്കാരമുണ്ടെങ്കിലും നോമ്പുണ്ടെങ്കിലും അവൾ നരകത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഫുലാനത തുദ്കിറു മിൻ കതറത്തി സ്വലാത്തിഹാ വസദഖത്തിഹാ വൈറാനഹാ തുദി ജാറഹാ ബിലിസാനിഹാ ഖാല ഹിയ ഫിന്നാർ. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൾ കുറെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? കുറെ നോമ്പ് നോറ്റിട്ടും സദഖ കൊടുത്തിട്ട് എന്താ കാര്യം? അതേസമയം ഞാനൊരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, അവൾക്ക് കൂടുതൽ നിസ്കാരവുമില്ല, നോമ്പുമില്ല, പക്ഷെ അയൽവാസിയോടുള്ള സഹകരണം വളരെ ക്ലിയറാണ്. അയൽവാസിക്ക് തന്റെ വീട്ടിലുണ്ടാകുന്ന സദഖയിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് കഴിവിന്റെ പരമാവധി സദഖ ചെയ്യുന്ന ആളാണ്. വലാ തുദി ജിറാനഹാ, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഖാല ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖ. ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ ഓതിയ ഹദീസിന്റെ മറ്റൊരു ഭാഗമാണ്. ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖ. ഒരാളുടെ പീഡനത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ തന്റെ അയൽവാസിക്ക് നിർഭയത്വമില്ലാത്ത ആളില്ലേ, അവൻ സത്യവിശ്വാസിയല്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൽ നിന്ന് നിരന്തരമായി പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് ഇങ്ങനെ അതിന്റെ ഇലകൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ അത് അയൽവാസിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ മരം നമ്മൾ വെട്ടിക്കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു വിഷമോ ഒരു പ്രയാസവും വേണ്ട, ആ വിഷയത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ അയൽവാസിക്ക് നമ്മളെ കൊണ്ട് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ബുദ്ധിമുട്ടുകൾ നാം നിർമാർജനം ചെയ്യണം. അപ്പോഴാണ് നിനക്ക് സ്വർഗമുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അയൽവാസികൾ മൂന്ന് ഇനത്തിലാണ്. ഇമാം ബസ്സാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വൽ ജീറാനു സലാസ, അയൽവാസികൾ മൂന്ന് ഇനമാണ്. ഒന്ന്
അയൽവാസി ബന്ധം മാത്രമുള്ളവൻ, അവൻ മറ്റു മതക്കാരനാണ്, പക്ഷെ എങ്കിലും നിന്റെ അയൽവാസിയാണ്. എങ്കിലും നിനക്ക് ഒരു കടമയുണ്ട്, ഒരു കടപ്പാടുണ്ട്, ഒരു ബന്ധമുണ്ട്. ആ അയൽവാസി ഒരു മുസ്ലിമും കൂടിയായാൽ നിന്റെ ബന്ധം രണ്ട് തരത്തിലുള്ളതാണ്. ആ അയൽവാസി കുടുംബക്കാരനും കൂടിയാണെങ്കിൽ നിനക്ക് 3 ബന്ധമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാസാല ജിബ്രീലു യുസീനി ഹത്താ ലനന്തു അന്നഹു സയുബരിസുഹു. അയൽവാസിയോടുള്ള കടമയും കടപ്പാടും നിരന്തരമായി എന്നെ ജിബ്രീൽ ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, ഇനി മരിച്ചാൽ എന്റെ അനന്തരവും അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കും വിധത്തിൽ എന്നെ അയൽവാസിയുടെ കടമയും കടപ്പാടും ജിബ്രീൽ പഠിപ്പിച്ചുവെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസിയോടുള്ള കടമയും കടപ്പാടും പറഞ്ഞിട്ട്, പഠിച്ചോനെ, ഇനി മരിച്ചാല് എന്റെ അനന്തര സ്വത്വം ഞാൻ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ ജിബ്രീൽ അയൽവാസിയോടുള്ള മര്യാദയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ എന്നെ പഠിപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ഒരു സാധുവായ മനുഷ്യൻ ഹജ്ജിന് പോകാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അയൽവാസിയുടെ വിഷമം കണ്ടിട്ട് ഹജ്ജിന് എടുത്തു വെച്ച ആ കാശ് അയൽവാസിക്ക് കൊടുത്ത കാരണം കൊണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് ഹജ്ജിന്റെ പ്രതിഫലം എഴുതി വെച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഹജ്ജ് ഒരു വർഷത്തെ ഹജ്ജ് കഴിഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറയുന്നു, ഞാൻ ഹറമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറയുന്നു, ഒരു വർഷം ഞാൻ ഹജ്ജ് കഴിഞ്ഞിട്ട് ഹറമിൽ ഇങ്ങനെ ഹറമിന് കിടക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന സ്വപ്നം എന്താണ്? 2 മലക്കുകൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു മലക്ക് ചോദിക്കുക, അല്ല, ഈ പ്രാവശ്യം എത്ര പേര് ഹജ്ജിനുണ്ടായിരുന്നു? അപ്പൊ പറഞ്ഞു, 6 ലക്ഷം പേര് ഹജ്ജിന് വന്നിട്ടുണ്ട്. അതിൽ എത്ര പേരുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്? 6 ലക്ഷം പേരുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു. എന്താ കാര്യം? അതിന് ഈ വർഷം ഹജ്ജിന് വരാത്ത ഒരു മനുഷ്യന്റെ പുണ്യകർമ്മമാണ് ഈ വർഷത്തിൽ 6 ലക്ഷം ആളുകളുടെയും ഹജ്ജ് സ്വീകരിക്കാനുള്ള കാരണം. അപ്പോൾ മലക്ക് ചോദിച്ചു, അതെന്താണ്? അത് ആരാണ്? അതെന്ത് പുണ്യകർമ്മമാണ്? അപ്പോഴാണ് പറയുന്നത്, ഡമസ്കസിലെ മുവഫഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാള് സാമ്പത്തികമായ ഒരു ശേഷിയുമില്ലാത്ത ആളാണ്. ചെരുപ്പ് തുന്നലാണ് അദ്ദേഹത്തിന്റെ പരിപാടി. ആ ചെരുപ്പ് തുന്നുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന വേതനം, മിച്ചം വരുന്നത് എടുത്തു വെച്ച് ഒരു 300 ദിർഹം ബാക്കിയായി. ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. നാട്ടിലും വീട്ടിലുമൊക്കെ ഹജ്ജിനുള്ള യാത്രക്ക് ഒരുങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി കഴിയുമ്പോ തന്റെ ഭാര്യ തന്നോട് പറയുന്നു, വീട്ടിലിരിക്കുന്ന വേളയാണ്, നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മാംസം വേവിക്കപ്പെടുന്നുണ്ട് ഭർത്താവേ, എനിക്കതിലേക്ക് വല്ലാത്ത ആശ തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി ഒരു പാത്രം എടുത്തുകൊണ്ടുപോയിട്ട് അവിടെ ഒരൽപ്പം ഭക്ഷണം, മാംസം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? പ്രിയപ്പെട്ടവരെ, മുവഫഖ് പറയുകയാണ്, ഞാൻ എന്റെ അയൽവാസിയുടെ വീട്ടിൽ ചെന്നു. ഇവിടെ മാംസം പാചകം ചെയ്യുന്നുണ്ട്, വാസന അടിക്കുന്നുണ്ട്. എന്റെ ഭാര്യ ഗർഭിണിയാണല്ലോ, ഇവിടെ പാചകം ചെയ്യുന്ന മാംസത്തിലേക്ക് വലിയ ആഗ്രഹം കൊതിച്ചുപോയി. അതുകൊണ്ട് ഒരൽപ്പം മാംസം തന്നാലുമെന്ന് പറഞ്ഞ് പാത്രം കൊടുക്കുമ്പോഴാണ് പറയുന്നത്, ഹാദാ ഹലാലുൻ ലനാ വഹറാമുൻ അലൈക്കും, ഞങ്ങൾക്കിത് കഴിക്കൽ ഹലാലാണ് മുവഫഖ്, പക്ഷേ നിങ്ങൾക്കിത് കഴിക്കൽ നിഷിദ്ധമാണ്. സുബ്ഹാനല്ലാഹ്, മുവഫഖ് ചിന്തിക്കുന്നു, ഞങ്ങൾക്ക് ഹറാമായ ഭക്ഷണം നിങ്ങൾക്ക് എങ്ങനെ ഹലാലാകും? നിങ്ങൾക്ക് ഹലാലായ ഭക്ഷണം ഞങ്ങൾക്ക് എങ്ങനെ ഹറാമാകും? അപ്പോഴാണ് പറയുന്നത്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് ദിവസങ്ങളായി, വർഷങ്ങളായി, നിങ്ങൾക്കറിയാമല്ലോ. ഇതുവരെ നാട്ടുകാരുടെ സഹായം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോന്നു. സത്യത്തിൽ ഇവിടെ ഭക്ഷണം കഴിഞ്ഞിട്ട്, ആഹാരങ്ങൾ കഴിഞ്ഞിട്ട് ദിവസങ്ങളേറെയായി. എനിക്ക് മറ്റുള്ളവരോട് ചോദിക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എവിടെയും ഭിക്ഷയ്ക്ക് നടക്കാറില്ല. ഇന്ന് എന്റെ മക്കളും വല്ലാത്ത പട്ടിണിയിലാണ്.
രാവിലെ അവര് പറഞ്ഞു, ഇന്ന് എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കാനില്ലെങ്കിൽ എന്റെ മക്കള് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമോ എന്ന് ഞാൻ പേടിച്ചതുകൊണ്ട് അവരുടെ അങ്ങേയറ്റത്തെ അവശത കണ്ടപ്പോൾ ഞാൻ വീട് വിട്ട് ഇറങ്ങി. അപ്പോഴാണ് ഒരു കഴുത ചത്ത് കിടക്കുന്നതായി എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ആ ചത്ത് കിടക്കുന്ന കഴുതയിൽ നിന്ന് മാംസം മുറിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ പാചകം ചെയ്യുകയാണ്. ഇത് എന്റെ മക്കൾക്ക് അനുവദനീയമാകും, കാരണം അവരുടെ പ്രാണനെ രക്ഷിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഇത് കഴിക്കാൻ കഴിയില്ലാതെ നിഷിദ്ധമാണെന്ന് പ്രിയപ്പെട്ടവരെ ആ വിധവയായ തന്റെ അയൽവാസിനിയായ പെണ്ണ് പറയുമ്പോ മുവഫക്ക് ചിന്തിച്ചു പോയി, റബ്ബേ എന്റെ അയൽവാസി ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോ ഞാൻ ഹജ്ജിന് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് വീട്ടിൽ ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്തു വെച്ച 300 ദിർഹം എടുത്തിട്ട് അയൽവാസിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, നീ നിന്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് ഹജ്ജിന് വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ മുവഫക്കിന്റെ സൽക്കർമ്മം കാരണമായിട്ട് ഹജ്ജിന് വരാത്ത മുവഫക്കിന് ഹജ്ജിന്റെ കൂലി രേഖപ്പെടുത്തുകയും പ്രിയപ്പെട്ടവരെ ആ മുവഫക്കിന്റെ നല്ല ഒരു സൽപ്രവർത്തി കാരണമായി ഈ വർഷം വന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്തു എന്ന് ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണരുകയാണ്. എന്നിട്ട് അവിടുന്ന് ഡമസ്കസിലേക്ക് യാത്ര പോയി. ഈ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഡമസ്കസിലേക്ക് പോയി. മുവഫക്കിനെ അന്വേഷിച്ചു, നാളെ കണ്ടെത്തി, ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേട്ടോ, ഒരു അയൽവാസിയുടെ പട്ടിണി അകറ്റിയതിന്റെ പേരിൽ ഹജ്ജിന് പോകാൻ എടുത്തു വെച്ച കാശെടുത്ത് പ്രിയപ്പെട്ടവരെ അയൽവാസിക്ക് അവരുടെ പ്രാണനെ രക്ഷപ്പെടുത്താൻ, അവരുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണത്തിന് അത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഹജ്ജിന്റെ കൂലി എഴുതി വെച്ചു എന്നും മാത്രമല്ല, ആ നല്ല മഹാമനീഷിയുടെ സൽപ്രവൃത്തി കാരണമായി ആ വർഷം ഹജ്ജിന് വന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അയൽവാസിയോടുള്ള കടമയും കടപ്പാടും വളരെ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഒരിക്കലും നാവ് കൊണ്ട് അവരെ വേദനിപ്പിക്കരുത്, പ്രവർത്തനം കൊണ്ട് അവരെ വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഓരോ നിലയിലും ഏതെങ്കിലും ഒരു വിഷമം നമ്മുടെ കാരണം കൊണ്ട് അയൽവാസിയെ വിഷമിപ്പിക്കുന്നതുണ്ടായാൽ അത് നമ്മുടെ ഈമാനിന്റെ തകർച്ചയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രയാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടവരും ബഹുമാനിക്കേണ്ടവരുമാണ് നമ്മുടെ അയൽവാസികൾ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഒരാൾ ഒരു മോഷണം നടത്തി, ആ നടത്തിയത് തന്റെ അയൽവാസിയുടെ വീട്ടിൽ വെച്ചായാൽ ഇതര വീടുകളിൽ നിന്ന് 10 മോഷണം നടത്തുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സ്വന്തം അയൽവാസിയെ വ്യഭിചരിക്കുന്നതോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ 10 വ്യഭിചാരം നടത്തുന്നതിനേക്കാൾ ഗൗരവമാണ് സ്വന്തം അയൽവാസിനിയെ വ്യഭിചരിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മക്കളുടെ കൈകളിൽ നിങ്ങൾ ഫ്രൂട്ട്സുകൾ കൊടുത്ത് നിങ്ങളുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് വിടരുത്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാ, നിങ്ങളുടെ മക്കളുടെ കൈകളിൽ നിങ്ങൾ പഴം കൊടുത്ത് ഫ്രൂട്ട്സുകൾ കൊടുത്ത് നിങ്ങളുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് വിടരുത്, കളിക്കാൻ വിടരുത്. കാരണം അയൽവാസിയുടെ വീട്ടിൽ ഇത് വാങ്ങിക്കാൻ ഗതിയില്ലാത്ത വീട്ടുകാരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടുകൊണ്ട് അവര് വിഷമിക്കും. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അയൽവാസിയുടെ വീട്ടിൽ കാറ്റും വെളിച്ചവും തടയുന്ന വിധത്തിലുള്ള നിർമ്മാണം നിങ്ങളുടെ വീടുകളിൽ നടത്താൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാറുണ്ട്, ആയിഷ, നീ കറി വെക്കുമ്പോൾ അതിന്റെ വെള്ളം അങ്ങ് നീട്ടി വെക്കണം, കാരണം അത് നിന്റെ അയൽവാസിക്കുള്ള പരിഗണനയാണ്.
പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും വിഷമമില്ല. പഴയതുപോലെ വിഷമിക്കുന്ന വീട്ടുകാരും കുടുംബങ്ങളും വളരെ കുറവാണ്. പക്ഷേ എന്നാലും നമ്മുടെ അയൽവാസിക്ക് നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാൻ പാടില്ല. നാം ആരാണ് എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിജയവും പരാജയവും കണക്കാക്കുന്നതിൽ ഒരു നിർണായകമായ പങ്ക് നമ്മുടെ അയൽവാസിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്രയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ അയൽവാസിക്കുള്ള കടമയും കടപ്പാടും എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, വ്യഭിചാരത്തിൽ വെച്ച് ഏറ്റവും വലിയ ഗൗരവമുള്ള വ്യഭിചാരം ഏതാണെന്നറിയുമോ? ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം ഏതാണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിന് നൽകിയ മറുപടിയാണ് അൽ ഇസ്റാഖു ബില്ലാഹ്, ശിർക്ക് ചെയ്യുക. പിന്നെ ചോദിച്ചു, സുമ്മ അയ്യുൻ യാ റസൂലല്ലാഹ്, പിന്നെ ഏതാണ് നബിയേ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻ തഖ്തുല വലദക ഖശിയത ഇംലാഖ്, ഇല്ലായ്മയും വല്ലായ്മയും പേടിച്ചിട്ട് നീ ജന്മം നൽകേണ്ട കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ കൊലപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ശിർക്കിന് ശേഷമുള്ള ഏറ്റവും വലിയ തെറ്റ്. ഒന്നാമത്തേത് ശിർക്ക്, രണ്ടാമത്തേത് കൊലപാതകം. ആ കൊലപാതകത്തിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ള കൊലപാതകം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നിന്റെ ബീജത്തിൽ പിറക്കേണ്ട കുട്ടിയെ കൊലപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അജ്ഞതയുടെ അന്തപുരത്തിൽ കരിമ്പുടം പുതച്ച് ഗാഢനിദ്രയിലായിരുന്ന ആ സമൂഹം, പ്രിയപ്പെട്ടവരെ, പെണ്ണാണ് തനിക്കുണ്ടായത് എന്നറിഞ്ഞാൽ ജന്മനോടെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസം എന്താണെന്നറിയുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭ്രൂണം ടെസ്റ്റ് ചെയ്യുകയാണ്. ഗർഭസ്ഥ ശിശുവിനെ ടെസ്റ്റ് ചെയ്തിട്ട് ആണാണോ പെണ്ണാണോ എന്ന് ലിംഗനിർണയം നടത്തിയിട്ട് താൻ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള കുട്ടിയല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഭ്രൂണം ഹത്യ ചെയ്യുക എന്നത് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിനെ പോലും ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കൊലപാതകം. ഈ കൊലപാതകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഗൗരവമുള്ള കൊലപാതകം. എന്നാൽ പിന്നീട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, തുമ്മായിൻ, പിന്നെ ഏറ്റവും വലിയ ഗൗരവമുള്ള ശിക്ഷ ഏതാണ് നബിയെ? ഒന്നാമത്തേത് ശിർക്ക്, രണ്ടാമത്തേത് കൊലപാതകം, സ്വന്തം കുട്ടിയെ കൊല്ലൽ, മൂന്നാമത്തേത് അൻതസ്നിയ ഹലീലത ജാരിക. ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത വൻ വീഴ്ചയാണ്, വലിയ പാപമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തന്റെ അയൽവാസിയെ വ്യഭിചരിക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾ അവർക്ക് നിർഭയത്വം കൊടുക്കേണ്ടവരാണ്, അവർക്ക് എല്ലാവിധത്തിലുമുള്ള പരിരക്ഷ കൊടുക്കേണ്ടവരാണ് നമ്മൾ. ആ നമ്മൾ തന്നെ പ്രിയപ്പെട്ടവരെ അയൽവാസിയെ വ്യഭിചരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കൊലപാതകത്തിന് ശേഷം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വ്യഭിചാരം ഇന്ന് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ ഗൗരവത്തെ കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് വ്യഭിചാരത്തിന്റെ ഗൗരവത്തെ കുറിച്ച് വാചാലമായി സംസാരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു വനിത, അതാ നബിയെ, ഞാൻ വ്യഭിചരിച്ചു പോയി, അതുകൊണ്ട് എനിക്ക് അതിന്റെ പേരിലുള്ള ശിക്ഷ എന്താണെങ്കിലും ഇവിടുന്ന് നടപ്പിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പെണ്ണെ, നീ വ്യഭിചരിച്ചു എന്നതിന് തെളിവെന്താണ്? അപ്പോഴാണ് പറയുന്നത്, നബിയേ, എന്റെ വയറ്റിലേക്ക് നോക്കൂ, എന്റെ ഉദരം വീർത്തു നിൽക്കുന്നത് കണ്ടില്ലയോ? 6 മാസം പ്രായമുള്ള കുട്ടി എന്റെ വയറ്റിലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇസ്ലാമിക നിയമപ്രകാരം ഒരു കോടതിയുടെ മുമ്പിൽ, ഇസ്ലാമിക ഗവൺമെന്റിന് മുമ്പിൽ ഞാൻ വ്യഭിചരിച്ചു എന്ന് പെണ്ണ് സ്വന്തമായി മൊഴി പറഞ്ഞാൽ അവളെ എറിഞ്ഞു കൊല്ലണമെന്നതാണ് നിയമം. പെണ്ണേ, നിനക്കെതിരെ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ കഴിയില്ല. കാരണം 6 മാസം പ്രായമുള്ള കുട്ടി വയറ്റിലുണ്ട്. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നിന്റെ രക്ഷിതാവിനെ വിളിക്കൂ.
രക്ഷിതാവിനെ വിളിച്ചു വരുത്തി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ പെണ്ണ് വ്യഭിചരിച്ചു എന്ന് ഇസ്ലാമിക കോടതിയിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എറിഞ്ഞു കൊല്ലൽ നിർബന്ധമായിരിക്കുന്നു. പക്ഷേ വയറ്റിൽ കുട്ടിയുള്ളത് കൊണ്ട് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് ഈ പെണ്ണ് പ്രസവിച്ച് 2 വർഷം കഴിഞ്ഞ് സ്വയം പര്യാപ്തതയോടെ ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സമയം വരുമ്പോ ഈ പെണ്ണിനെ നിങ്ങൾ തിരികെ കൊണ്ടുവരണമെന്ന് ഏൽപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ രക്ഷിതാവിനെ പറഞ്ഞു വിടുകയാണ്. പ്രസവിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് ആ രക്ഷിതാവ് ആ പെണ്ണിനെയും പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വരിക. പ്രിയപ്പെട്ടവരെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിക ഗവൺമെന്റിൽ ഒരു പെണ്ണ് വ്യഭിചരിച്ചു, ഒരു ആന വ്യഭിചരിച്ചു എന്നറിഞ്ഞാലുള്ള ശിക്ഷാ നിയമം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവളെ എറിഞ്ഞു കൊല്ലൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഒരു നല്ല കുഴി കുഴിക്കണം, ആ കുഴിയിലെ പെണ്ണിനെ അങ്ങ് ഇറക്കി നിർത്തണം, എന്നിട്ട് എറിയാനുള്ള കല്ല് കൊണ്ടുവരൂ. പ്രിയപ്പെട്ടവരെ, കല്ലുകൾ കൊണ്ടുവന്നിട്ട് ആ കുഴിയുടെ ചുറ്റുഭാഗത്തായി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നമ്മളൊരു തെങ്ങ് കുഴിച്ചിടുന്നത് പോലെ ആ പെണ്ണിനെ കുഴിയിലേക്ക് ഇറക്കിയിട്ട് അതിൽ നിന്ന് വാരിയിട്ട മണ്ണുകൾ പ്രിയപ്പെട്ടവരെ ആ കുഴിയിലേക്ക് തന്നെ ഇടുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ പെണ്ണ് ഓടാതിരിക്കാൻ. അങ്ങനെ ശരീരത്തിന്റെ പകുതി ഭാഗം വരെയും അതാ കുഴിയിലേക്ക് മണ്ണിട്ടങ്ങ് മോടി പെണ്ണിനെ അതിലങ്ങ് ഉറപ്പിച്ച് നിർത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇത് അല്ലാഹുവിന്റെ ശിക്ഷാ നിയമമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ഒരു പെണ്ണിനെ വ്യഭിചരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ഒരു ചെറിയ ചരക്കല്ലെടുത്തിട്ട്, പ്രിയപ്പെട്ടവരെ, അവിടെയും റസൂലുള്ളാഹിന്റെ കാരുണ്യമാണ് കാണാൻ കഴിയുന്നത്. ഒരു ശിക്ഷാമുറ നടപ്പിലാക്കുന്ന സമയത്ത് പോലും ഒരു ചെറിയ ചരക്കല്ലെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ഓരോരുത്തര് വലിയ വലിയ ഉരുളങ്കല്ലെടുത്തുകൊണ്ട് ഈ ചെറിയ ഇതാ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഈ സ്ത്രീയുടെ ശരീരത്തിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞപ്പോൾ ആദ്യമായി എറിഞ്ഞ കല്ല് പ്രിയപ്പെട്ടവരെ ആ പെണ്ണിന്റെ നെറ്റിയിലാണ് കൊണ്ടുപോയത്. നെറ്റി അങ്ങ് പൊട്ടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ ദയനീയമായ രംഗം കാണുമ്പോൾ സഹാബത്തിന്റെ കയ്യിൽ നിന്ന് കല്ലുകൾ ഇങ്ങനെ മെല്ലയായി ഉയർന്നു വീഴാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഅഖുദു ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ്. വ്യഭിചരിച്ചു എന്ന് ഉറപ്പുള്ള ഒരു ആണിനെയോ പെണ്ണിനെയോ എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ദയയും ദാക്ഷിണ്യവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂല് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഇതാണ് മക്കളെ വ്യഭിചാരത്തിന്റെ ശിക്ഷ. ഇസ്ലാമിക ഗവൺമെന്റ് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രത്തിലാണെങ്കിൽ അന്യ പെണ്ണിനെ വ്യഭിചരിച്ച മനുഷ്യനെ പച്ചയായി എറിഞ്ഞു കൊല്ലണമെന്ന നിയമമാണ് ഇസ്ലാമിലുള്ളതെങ്കിൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. എന്നാൽ ആ വ്യഭിചാരത്തിൽ വെച്ച് ഏറ്റവും വലിയ വ്യഭിചാരം സ്വന്തം അയൽവാസി പെണ്ണിനെ വ്യഭിചരിക്കലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമ്മുടെ അയൽവാസികളുമായി നാം എന്തെങ്കിലും വിഷയത്തിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ നാം അത് പൊറുക്കാനും അവരോട് സഹകരിക്കാനും പൊരുത്തപ്പെടിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. നാളെ പടച്ചവന്റെ കോടതിയിൽ ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അന്യായക്കാരനായി നമുക്കെതിരെ ഒരു പരാതിയുമായി അയൽവാസി വരുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപദ്രവകാരിയാകരുത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴുക്കി വിടുന്ന വേസ്റ്റ് വെള്ളങ്ങളെല്ലാം വരുന്നത് അവരുടെ വസ്തുവിലേക്കാണ്. നമ്മുടെ വീട് ഉയരത്തിലാണ്, അവരുടെ വസ്തു താഴെയാണ്. ഇതെല്ലാം വന്നിട്ടോ അവരുടെ വെള്ളം ചീത്തയാകുന്നു. പ്രിയപ്പെട്ടവരെ, പരാതി പറഞ്ഞിട്ട് എവിടെയാ പരാതി പറയാ? ഇതിന് നടപടിയെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന എത്ര എത്ര കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അക്രമങ്ങളൊന്നും ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളോട്, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അയൽവാസികളെ നാം ദ്രോഹിക്കരുത്.
ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ഉപദ്രവം ചെയ്യരുത് എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിതത്തിൽ പകർത്തേണ്ട എല്ലാ കടമയും കടപ്പാടും പാലിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ.